ഗായ്സ്, ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ടുള്ള ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അതന്നെ കഴിഞ്ഞ വീഡിയോയിലുള്ളത് തന്നെ. നാളെ എന്ന് വെച്ചാൽ 11/7/2026 എൻ്റെ ആ കുട്ടി കസിൻ അമ്മൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഓൻ കുറേ ആയി പറയണ ഒരു സൈക്കിൾ വേണമെന്ന്. അതുകൊണ്ട് നമ്മൾ ഡെക്കാത്തലോണിൽ വന്നതാണ് കേട്ടോ ഓനക്കൊരു സൈക്കിൾ വാങ്ങാൻ. ഇതാ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ബോക്സിൽ ബാദുക്കാക്കൻ്റെ വ്ളോഗ് രസമില്ല പറഞ്ഞിട്ട് ഓനിതാ വ്ളോഗ് എടുക്കും. ഏയ്ഷ്, ഞാൻ വെറുതെ പറഞ്ഞട്ടോ, അല്ല കമന്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഡെക്കാത്തലോണ്ട് ഉള്ളിൽ കയറി. എനിക്ക് തോന്നുന്നു എനിക്ക് ബുദ്ധി വെച്ച് ഞാൻ ആദ്യമായിട്ട് ഡെക്കാത്തലോണ്ട് ഉള്ളിൽ കയറുന്നത്. ഡെക്കാത്തലോൺ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് കയറുന്നത്. ഫുള്ള് സ്പോർട്സ്, ജിം അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ. ഏയ്ഷ്, നമ്മളിപ്പോൾ അതിനല്ലല്ലോ വന്നേ, നമുക്ക് സൈക്കിൾ എടുക്കണ്ടേ. ഓനക്ക് ഈ ഒരു ബർത്ത്ഡേക്ക് 8 വയസ്സാവട്ടോ എന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ അത് നടന്നു പോകുമ്പോഴാണ് ഇതാ ഈ ഒരു സാധനം കണ്ടത്. ഇത് നിങ്ങൾക്കാർക്കും അറിയാതെ നിൽക്കൂല. ഞാനത് എവിടെ കണ്ടാലും ഇങ്ങനെ പൊട്ടിച്ച് കളിക്കും. ഞാനതിങ്ങനെ പൊട്ടിക്കുമ്പോഴാണ് ഒരു വലിയ സാധനം കണ്ടത്. ബിഗ് ഫാൻ എടാ, ഫാൻ എന്ന് പറയടാ ഗായ്സ്, വലിയ ഫാൻ. എന്തായാലും ഞാനവിടെ മൂഞ്ചിക്കണ്, അതൊത്തില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് പൊട്ടിച്ച് കളിച്ച്. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു എന്നൊരു ഡൗട്ട്. ഗൈസ്, ഈ കുട്ടി നോക്ക്, നല്ല ക്യൂട്ടല്ലേ? ഏയ്ഷ്, ഇവനല്ല ഇവൻ. ഗൈസ്, ഇവനക്കൊരു പരിസര ബോധമില്ല. എന്തൊരു കുട്ടിയത് ഗൈസ്. ഓൻ സൈക്കിൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ കേട്ടോ. ഇതാ എത്തി ഗൈസ്. ഇമ്മച്ചി ബാദുക്കാക്കനോട് മോനെ ഇതെടുക്കട്ടെ ചോദിക്കണം. എനിക്കിതൊന്നുമില്ല, അതിൻ്റെ അസൂയാണ് കേട്ടോ ഇന്ന മുഖത്ത് നിങ്ങൾ കാണുന്നത്. അതിനെ അമ്മച്ചിൻ്റെ മുഖത്ത് കാണിച്ചപ്പോൾ ഇമ്മച്ചി സ്കേറ്റിംഗ് ബോർഡ് വാങ്ങിക്കാൻ പോയിട്ടോ. വാങ്ങിക്കാനല്ല, നോക്കാൻ പോയതാ. പിന്നെ അവിടെ ക്യാരം ബോർഡും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്കേറ്റിംഗ് ബോർഡ് ഇപ്പച്ചിനെ കാണിക്കാൻ കൊണ്ടുപോയി. അതിനെ ഇപ്പച്ചിനെ കാണിച്ചപ്പോൾ ഇപ്പച്ചി അതിന്റെ വില നോക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞ പ്രൈസ് അവിടെ അല്ല, മേലാണെന്ന്. എനിക്കൊരു പ്രശ്നമല്ല. അത് കണ്ട് ഇപ്പച്ചി ഇന്നാണ് വലിച്ചുകൊണ്ടുപോകേണ്ടത്. ബട്ട് ഞാൻ ഇപ്പച്ചിനാണ് കേട്ടോ ഇപ്രാവശ്യം വലിച്ചു കൊണ്ടുപോയത്. പിന്നെ ഇപ്പച്ചി അവിടെ സ്കേറ്റിംഗ് ഷൂ കണ്ടു. അപ്പോഴാണ് ഇതിന്റെ പ്രൈസ് കണ്ടപ്പോൾ ഇപ്പച്ചിക്ക് ഒരു വിഷയമല്ല. അപ്പോഴേക്കും ഇപ്പച്ചി ഇന്നെ വലിച്ചോണ്ടുപോയി. ഇവിടെ ഒരാളെ ചൂണ്ട പിടിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇമ്മച്ചിനെ വലിച്ചു കൊണ്ടുപോയിട്ടോ ഒരു സ്ഥലത്തേക്ക്. വേറെ എവിടെയല്ല, ഈ ഒരു റിങ്ങിന്റെ അടുത്തേക്കാണ് കേട്ടോ. ഇത് നമ്മളെ കൈ ഇങ്ങനെ പവറാക്കുന്ന സാധനമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതിൽ ഗ്രീനാണ് എനിക്കിങ്ങനെ ആക്കാൻ പറ്റണത്, വേറെ ഒന്നും എനിക്ക് അങ്ങനെ ആക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ഫേവറേറ്റ് പാട്ട് വെച്ച് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്കൂൾ കുട്ടി വന്നിട്ട് എൻ്റെ ഒരു ഫാനാണെന്ന് പറഞ്ഞിട്ടോ. ഞാൻ അപ്പോഴേക്കും എൻ്റെ ഒരു അശ്രദ്ധ മൂലം എൻ്റെ കൈ തട്ടി ക്യാമറ ഓഫായി ഗൈസ്. പിന്നെ ഈ ഒരു സാധനം കണ്ടോ, ഇത് സീനാണ് കേട്ടോ. ഈ ഒരു ബട്ടൺ നിൽക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മസാജറാവും. അത് നമുക്ക് ബാദുക്കാക്കൻ്റെ മേത്തൊന്ന് പരിശ്രമിച്ച് നോക്കാം. ഞാൻ എന്തായാലും എങ്ങനെ ആൾക്കാരെങ്ങനെ വെറുപ്പിക്കണെനിക്ക്. ഒരു റിയാക്ഷനും ഇല്ലേ? അവിടെ വീഡിയോ എടുക്കുന്നുണ്ട്, ഒരു റിയാക്ഷൻ എങ്കിലും ഇട്. എന്തായാലും അവിടെ ഞാൻ മൂഞ്ചിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ ഒരു മരം കണ്ടിട്ടോ. ഞാൻ പറയണേ ഇത് മാംഗോസ്റ്റിനാണെന്ന്, ബട്ട് ഉമ്മച്ചി പറയണേ ഇത് അതല്ല, ഇത് വേറെ ഏതോ ഫ്രൂട്ടാണെന്ന്. എന്തായാലും നിങ്ങൾക്ക് അറിയണ്ടാവില്ല, അറിയണവരെ എന്തായാലും കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഗായ്സ്, നല്ല ഇവിടെ ഒരു ബെഞ്ച് ഉണ്ടെങ്കിൽ ഇവിടെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം നനവാ. നോക്കിയാ നല്ല നനവാ, നല്ല രസമുണ്ടാവും. ആരെ ഹീൽ ചെരുപ്പ് ഇട്ടിട്ട് ചമ്മിന്നോറി അവിടെ എൻട്രൻസ് തന്നെ വീടില്ല, ഞാൻ പോയി. കുട്ടിക്കളി ഇതുവരെ മാറിയില്ല, അതുകൊണ്ടാ. അങ്ങനെ ഉമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഇപ്പച്ചിൻ്റെ വന്ന് കാറിന്റെ താക്കോലും വാങ്ങി നേരെ ഉമ്മച്ചിന്റെ അടുത്തേക്ക് പോയി. നല്ല നടക്കുന്ന നേരത്തെ ഇവിടെ നിന്നാണ് ഞാൻ വന്നത്. ഉള്ള എൻട്രൻസ് ഞാൻ വീണു, വീണില്ല, ഞാൻ പോയി. ഒരാൾ ആവശ്യത്തിന് നിൽക്കുമ്പോൾ വീഡിയോ ഇല്ലാതൊരു പരിപാടിയില്ല. കണ്ടില്ലേ, കാറ് തുറക്കണവരെ ഞാൻ വീഡിയോ എടുത്തുക്കണേ. പിന്നെ നമ്മൾ ബോറടിച്ചപ്പോഴാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്. സൈക്കിൾ അവിടെ റെഡി ആക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെയൊക്കെ ഒരു സുനാപ്ലിക്കേഷൻ അതിലേക്ക് കയറ്റാണ്ട്, അതാണ് കേട്ടോ അവിടെ റെഡി ആക്കണത്. അങ്ങനെ ഫൈനലി സൈക്കിൾ എത്തി. ഇനി അത് എങ്ങനെയെങ്കിലൊക്കെ കാറിന്ന് കയറ്റണം, അല്ല കാറിലേക്ക് കയറ്റണം. ഇതൊക്കെയല്ലേ വ്ളോഗ്. ഇവരൊക്കെ എന്ത് പണിയാ ചെയ്യണം? അങ്ങനെ വെറുതെ ഇരുന്നൊരു പണിയടിച്ചൂടെ? അങ്ങനെ ഇപ്പൊ ഇവിടെ ഇരിക്കും? അതൊരു ചോദ്യമാണ്. അങ്ങനെ ഞാനും എങ്ങനൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ടോ. എവിടെ? ഡിക്കിലേ ഒരു പൂട്ടും പഠിച്ചോനെ. ആ
ഹലോ സില്ലു ഗായ്സ്, ഞാൻ എന്തൊക്കെയൊക്കെ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ മെയിൻഡാക്കി നിൽക്കണ്ട. പിന്നെ ഇതിൻ്റെ മുന്നേ നമ്മളെല്ലാവരും കസിൻസൊക്കെ കൂടിയപ്പോൾ ഞാൻ ഡിക്കിയിൽ ഇരുന്ന് കണ്ടോ. അന്നെനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റില്ല, ബട്ട് ഇന്നെനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റി. അന്ന് ഇങ്ങനെ നല്ലായിരുന്നു, എല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ കൂടി നല്ല രസമുണ്ടായിരുന്നു. അടുത്തു വന്നാട്ടെ. ക്ലോസപ്പിന്റെ പരസ്യം എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. അങ്ങനെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങി നേരെ വീട്ടിലേക്ക് പോവാണ്. ഊരൊക്കെ പണിയായി ഗായ്സ്. അങ്ങനെ വീടെത്തി, ഞാൻ ഇറങ്ങാണ് കേട്ടോ. ഇതെന്താണ് ഇത് കിൽക്കൂട്ടില്? അപ്പൊ ബർത്ത്ഡേ സർപ്രൈസ് വ്ളോഗ് ഉടനെ വരും. അപ്പൊക്ക് ബൈ.